പറിച്ചെടുത്ത ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയിലയാണ്. ഇന്ന് നമ്മൾ മുരിങ്ങയിലയും മുട്ടയും കൊണ്ട് ഒരു നല്ല തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുട്ടയും മുരിങ്ങയിലൊക്കെ ശരിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു സവാളയാണ്. ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു പിടി പച്ചമുളകാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞിട്ടുള്ള ഒരു പിടി പച്ചമുളക്. പിന്നീട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കറിവേപ്പില, കടുക്, ചിരകിയ തേങ്ങ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ പാന് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കടുകിട്ടു. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള നമ്മൾ അതിലേക്കിട്ടു. സവാളയോടൊപ്പം തന്നെ നമുക്ക് ഈ കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല, ലൈറ്റായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ശരിയാക്കി വെച്ച നമ്മുടെ ഫ്രഷ് മുരിങ്ങയില നമുക്കതിലേക്കിടാം. ഈ ഇല ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇനി നമ്മൾ ഈ പാനിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മൾ 2 മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പോവുകയാണ്. നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇതിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ നമ്മുടെ മുരിങ്ങയില മുട്ട തോരൻ റെഡിയായി കഴിഞ്ഞു.